ഈ നാണക്കേടിന്റെ വല്ല ആവശ്യവും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ? ഈ തീരുമാനം ആദ്യമേ എടുത്തിരുന്നെങ്കിലോ? ഒരുപക്ഷെ കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള പല നേതാക്കന്മാർക്കും ഇന്നലെ തന്നെ അദ്ദേഹത്തിനെ പുറത്താക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഒരുപക്ഷെ ശ്രീ മുരളീധരനേക്കാൾ ഡിസിഷൻ മേക്കേഴ്സുമായിട്ട് കൂടുതൽ അടുപ്പമുള്ള മറ്റ് ചില നേതാക്കന്മാരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനം ഇന്നലെ പ്രയോഗിക്കപ്പെടാതിരുന്നത്. അതുകൊണ്ട് അവര് തീരുമാനിച്ചത് തന്നെ ഒരുപക്ഷെ ഇന്നത്തേക്ക് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചതുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് മാത്രം ഈ തീരുമാനം പ്രഖ്യാപിക്കാം എന്നാണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടത്, ഏതെങ്കിലും ഒരു കാരണത്താൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇന്ന് മുൻകൂർ ജാമ്യം ലഭിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ശ്രീ റെജി ഈ ചർച്ചയിൽ പറയുന്ന അഭിപ്രായം മറ്റൊന്നാകുമായിരുന്നു. നോക്കൂ, അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ലേ എന്ന് പറയുമായിരുന്നു. കോൺഗ്രസ് ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാത്തത് മുൻകൂർ ജാമ്യം കിട്ടിയപ്പോൾ പ്രാഥമികമായിട്ട് നമുക്കറിയാമല്ലോ, ഈ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് കേസിന്റെ മെറിറ്റിലേക്ക് പൂർണ്ണമായിട്ട് കോടതി പോകില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പോലും ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ജാമ്യം കൊടുക്കാവുന്ന വ്യവസ്ഥകൾ കോടതി ഇതിൽ കണ്ടെത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാരെ ഡിഫെൻഡ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ തന്നെ ന്യായീകരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത്, ഈ നാണക്കേടിന്റെ വല്ല ആവശ്യവും കോൺഗ്രസിന് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി അല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. ശ്രീ വി ഡി സതീശൻ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെടുക്കുന്നു എന്ന് പറയപ്പെടുന്ന സമയത്ത് തന്നെ ഈ പരാതി അല്ലല്ലോ അദ്ദേഹത്തിന് കിട്ടിയിരുന്നത്. മറ്റൊരു പരാതിയാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട്, സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട്, അനാവശ്യ സംസാരവുമായി ബന്ധപ്പെട്ട് മറ്റു പല സ്ത്രീകളും നേരത്തെ വന്നിരുന്നു. 2 ഔദ്യോഗികമായിട്ടുള്ള പോലീസ് കംപ്ലൈന്റുകൾ ഇപ്പോഴാണ് വരുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ അതല്ലാത്ത മറ്റ് നിരവധി ആൾക്കാർ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രവർത്തക രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായിരിക്കുന്ന മോശമായ പെരുമാറ്റത്തിനെ കുറിച്ച്, സംസാരത്തിനെ കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളിനെ കുറിച്ച്, കോൺഗ്രസിന് കൃത്യമായ ബോധ്യമുള്ള ഒരാളിനെ കുറിച്ച് ഒരു പരാതി കിട്ടിയ സമയത്ത് ഉടനടി തീരുമാനമെടുത്തു എന്നാണ്. ഇപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം ചോദിക്കാം. ഈ തീരുമാനം മാതൃകാപരമാണ് എന്ന് പറയുമ്പോൾ എന്താ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ഒരു MLA-ക്കെതിരെ ഒരു സ്ത്രീയുടെ പരാതി ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാർട്ടി ചുമതലകളിൽ നിന്ന് മാറ്റുന്നു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുന്നു, പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റുന്നു. ആ സമയം വരെയും റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയില്ല, പോലീസ് കംപ്ലൈന്റ് ഇല്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതാണ് നിങ്ങളുടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനമെങ്കിൽ ശ്രീ എൽദോസ് കുന്നപ്പള്ളിന്റെ കേസിലും ശ്രീ A വിൻസെന്റിന്റെ കേസിലും ഈ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടായില്ല. എന്തുകൊണ്ടാ? അവിടെയും കേസുണ്ടായി, അവിടെ അത് സ്ത്രീകളായിരുന്നു, അവിടെയും ഇതിൽ പല ആൾക്കാരും മുങ്ങി നടന്നു, അവിടെയും മുൻകൂർ ജാമ്യത്തിനും മറ്റു കാര്യത്തിനും പോയി. പക്ഷെ അവിടെ മാതൃകാപരമായിട്ടുള്ള തീരുമാനം ഉണ്ടാകാതിരുന്നത് ഒരുപക്ഷെ ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട കേസുകളാണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ബോധ്യമുള്ളത് കൊണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ നിരവധി പെൺകുട്ടികളുണ്ട് എന്നുള്ള ബോധ്യം കോൺഗ്രസിനുള്ളത് കൊണ്ടുമായിരിക്കും. അതല്ലെങ്കിൽ ആദ്യമേ തന്നെ പരാതി വരുന്ന സമയത്ത് മറ്റെന്തൊക്കെ ഡിഫൻസ് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ അതിൽ ഒന്നുപോലും എടുക്കാതെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞ ആ പ്രസ്താവന നമ്മൾ ഇന്ന് ഓർക്കുന്നുണ്ടാകും. ഞാൻ മകളെ പോലെ കരുതുന്ന ഒരാൾ വന്ന് പരാതി പറഞ്ഞപ്പോൾ ഞാൻ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള തീരുമാനം എടുക്കുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഒഴികെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് വരെയും, നിയമസഭയിൽ അദ്ദേഹം വരേണ്ടതില്ല എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും ആൾക്കാർ പറയുന്നത് വരെയും, സെപ്പറേറ്റ് ആയിട്ട് വേറെ ബ്ലോക്കിൽ ഇരുത്തിയാൽ മതി അഥവാ അദ്ദേഹം വന്നാൽ തന്നെ എന്നുള്ള കടുത്ത തീരുമാനവും ഒക്കെ എടുക്കുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു പരാതി അല്ല എന്നും ഈ പരാതികളിൽ മെറിറ്റ് ഉണ്ട് എന്ന് കോൺഗ്രസിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, അത്ര ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ തീരുമാനം ആദ്യമേ എടുത്തിരുന്നെങ്കിലോ? ഇവർക്ക് ഈ തീരുമാനത്തിന്റെ കാര്യത്തിൽ നേരത്തെ ഇന്നലെ എടുത്ത തീരുമാനം ഇന്ന് പ്രഖ്യാപിച്ചതാണെന്നൊക്കെ പറയാമെങ്കിലും ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനൊപ്പം നിന്നിരുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ള ഒരു ആക്ഷേപം ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ഒരാളിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്ന് വി ഡി സതീശൻ പറഞ്ഞതിന് ശേഷവും ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന നിലയ്ക്ക് ഒരൊറ്റ ദിവസം മാത്രം സമ്മേളനത്തിൽ വന്നിരിക്കുന്ന ഒരാളിനോടൊപ്പം വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ നിങ്ങൾ പാർട്ടിയിൽ മറ്റു പരിഗണന നൽകിയാൽ അതിനർത്ഥം എന്താണ്? ശ്രീ സണ്ണി ജോസഫ് വളരെ വിശാല ഹൃദയനായിട്ടുള്ള ആശാനാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതേപോലെ തന്നെയാണ് മറ്റുള്ള ആൾക്കാർ. ഇപ്പൊ ഫെനി നൈനാന്റെ ഒക്കെ കേസ് നമ്മൾ കണ്ടു. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത്ര ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ നാണക്കേട്, ഈ നമ്മൾ ഈ പറയുമല്ലോ, ഈ നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും, ഈ നാറ്റം കോൺഗ്രസിന് ഒഴിവാക്കാമായിരുന്നില്ലേ? അത് തീവ്രത കുറഞ്ഞ പീഡനം എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് പാർട്ടി നടത്തിയത്. ഇന്നലെ തന്നെ ലസിത നായർ തന്നെ അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇവിടെ രാഹുലിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, തീവ്രത കൂടിയതാണെന്ന്. അത് CPM എക്കാലത്തും സ്വീകരിക്കുന്ന ഒരു നിലപാടാണ്. എന്നാലും CPM-നെ ഇക്കാര്യത്തിൽ മാറ്റി നിർത്താം, കാരണം അവരെ കൊണ്ട് പറ്റില്ല ഇത്തരത്തിൽ നിലപാടെടുക്കാൻ. പക്ഷേ കോൺഗ്രസിനെയും ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഒരു വകയും ഇല്ലല്ലോ. കാരണം അവർ മുൻകൂർ ജാമ്യത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ കാത്തു നിൽക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഷാനിം ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ പരാതിയൊന്നുമല്ല, ഇനിയും കിടക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ചർച്ച എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ സഖ്യം, ഇരട്ടകൾ, അവർ എങ്ങനെയാണ് ഈ പാർട്ടിയിൽ നടത്തിയിരിക്കുന്ന ഇടപാടുകൾ എന്നുള്ളതാണ്. അത് മാത്രമല്ല, അത് വലിയ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. ഒന്നും തള്ളിക്കളയാൻ പറ്റുകയില്ല.
അത്രമാത്രം കാര്യങ്ങളാണ് സംഭവിച്ചത്. ഒന്നുകൂടിയുണ്ട്, ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുന്ന സമയത്ത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി എ ഗ്രൂപ്പിൽ നിന്ന് ആര് മത്സരിക്കണം എന്നൊരു തീരുമാനം എടുക്കാനിരിക്കെ ആ സമയത്ത് ഉമ്മൻചാണ്ടി ടിക്കറ്റ് കൊടുത്ത പേര് JS അഖിലിൻ്റെതായിരുന്നു. 3 പേരുകളാണ് ഉമ്മൻചാണ്ടി അദ്ദേഹം അസുഖബാധിതനായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് മുന്നിലേക്ക് വന്നത്, ഒരു പേപ്പറിൽ എഴുതി. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരുണ്ടായിരുന്നു, അഭിജിത്തിന്റെ പേരുണ്ടായിരുന്നു, JS അഖിലിൻ്റെ പേരുണ്ടായിരുന്നു. അവിടെ ടിക്ക് ചെയ്ത് അഖിലിൻ്റെ പേരാണ്. പക്ഷേ ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അതെന്തായി മാറി എന്ന് നമുക്കറിയാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പേരായി മാറിയത്. അവിടെ കളിച്ചതാരാണ്? ഷാഫി പറമ്പിലാണ്. നോക്കൂ, ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ കോണേഡ് ആവുന്ന സമയത്ത് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതേപോലെ പറയാം എന്നുള്ളതല്ലാതെ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ കോൺഗ്രസിനോ BJPക്കോ CPMനോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള ധാർമ്മികതയും അവകാശപ്പെടാനുള്ള ഒരു ഗ്രൗണ്ടുമില്ല. അത് കേരളത്തിൽ മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേന്ദ്രത്തിൽ വരെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഇവിടെ കുൽഭൂഷൺ യാദവുമായി ബന്ധപ്പെട്ട്, കുൽദീപ് സെൻഗറുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രാദേശിക വിഷയങ്ങളായിട്ടല്ല, ദേശം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ്. അതേപോലെ മുകേഷിന്റെ വാദത്തിലാണെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സമ്മതിക്കാം. അതായത് പഴയ കേസാണ്, തന്നെയുമല്ല പണം ചോദിച്ചു പോലെയുള്ള ചില ആരോപണങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. വളരെ കാലം കഴിഞ്ഞിട്ടാണ് അത് വന്നിരിക്കുന്നത്. ഇതൊക്കെ ശരിയാണ്. പക്ഷേ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ് മുകേഷ്. അപ്പൊ അദ്ദേഹം പാർട്ടിയുടെ അംഗമാണോ അല്ലയോ എന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചയാളാണ്. ശ്രീ KT ജലീൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ മത്സരിച്ചത്. ശ്രീ PV അൻവർ അങ്ങനെ ആയിരുന്നില്ലല്ലോ മത്സരിച്ചത്. അപ്പൊ എന്നിട്ടും കൊല്ലത്ത് മത്സരിക്കുന്ന സമയത്ത് പാർട്ടി ചിഹ്നം കൊടുക്കണം, ആ ചിഹ്നത്തിന് അർഹതയുണ്ട് മുകേഷിന് എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ പാർട്ടിക്ക് അതിൽ ലയബിലിറ്റി ഉണ്ട്. 2, പാർലമെന്ററി പാർട്ടിയിൽ എന്താണ് സ്ഥാനമുണ്ടോ ഇല്ലയോ? ഇക്കാര്യത്തിലൊക്കെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ ഇതിലെല്ലാവരും ഒരേപോലെ തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുത വ്യക്തമാകും. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. കോൺഗ്രസിന് ഒരു തരത്തിലും ഞങ്ങൾ മറ്റൊരാളിനേക്കാൾ ഭേദമാണ്, മാതൃകാപരമായിട്ടുള്ള തീരുമാനമാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ആദ്യഘട്ടത്തിൽ AICCയുടെ നിലപാട് എന്തായിരുന്നു ഈ വിഷയത്തിൽ മഞ്ജുഷ് ഓർക്കുന്നുണ്ടാകും. അന്ന് ഒരു സമയത്ത് ശ്രീ VD സതീശൻ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, ഇനിയും നടപടികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വമൊക്കെ പോയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് നടക്കാൻ പോകുന്ന നടപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അദ്ദേഹത്തിനെ പെർമനന്റ് ആയിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ ശ്രീ സതീശൻ സൂചിപ്പിച്ചത് അതാണ് എങ്കിൽ ആ സമയത്ത് കേരളത്തിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ട AICCയുടെ നിരീക്ഷകയായിട്ടുള്ള ദീപ ദാസ്മുൻഷി എന്ന് പറഞ്ഞിരുന്നത് എന്താണ്? അവർ പറഞ്ഞത് ഇനി ഇത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞപ്പോൾ അന്ന് AICCയുടെ തീരുമാനം എന്ന് പറയുന്നത് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കുക, കാർപ്പറ്റിന് അടിയിലേക്ക് തിരികുക എന്നുള്ളതായിരുന്നു അവരുടെ താല്പര്യം. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്ന സമയത്ത് അങ്ങനെ ഒരു തരത്തിലുള്ള അന്വേഷണവും ഇല്ല എന്ന് പറഞ്ഞു. കോൺഗ്രസ് ഇതിൽ കാണിച്ചിരുന്ന കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ആശയക്കുഴപ്പവും ഇരട്ടത്താപ്പും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള നടപടി എന്നവർ പറയുമ്പോൾ ശ്രീ മഞ്ജുഷ് ഒരു കാര്യം ആലോചിച്ച് നോക്കുക. ഒരു പാർട്ടിയിൽ നിന്ന് ഒരു വ്യക്തിയെ സസ്പെൻഡ് ചെയ്യപ്പെടുമ്പോൾ എത്ര കാലത്തേക്കാണ് അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുക? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിൽ എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീ റജി തന്നെ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നതാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര കാലയളവിലേക്കാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമോ എന്ന് ചോദിച്ചു. ഇല്ല, ആർക്കും അറിയില്ല. അത് മാത്രമല്ല, പാലക്കാട് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു നേതാവിനെ പോലെയൊന്നും ആയിരുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നിറങ്ങിയതും പാർട്ടി വേദികളിൽ പങ്കെടുത്തതും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പോലും പങ്കെടുത്തതും ഗ്രൂപ്പ് യോഗത്തിൽ പോലും വന്നതും. ഞാൻ ശ്രീത്തിലേക്ക് വരാം. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ വാദത്തിനിടെ ഈ പരാതിയുടെ കാര്യവും പ്രോസിക്യൂഷൻ ഉന്നയിക്കുകയുണ്ടായി. അപ്പോൾ ആ പരാതിയിലാണ് ഇപ്പോൾ മൊഴിയെടുക്കാൻ പോകുന്നത് അന്വേഷണ സംഘം. തീർച്ചയായിട്ടും അത് ഗൗരവതരമാണ്. പക്ഷേ കോടതി അത് വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി ഈ ഒരു വിഷയത്തിൽ പരിഗണിക്കാതിരുന്നത് അത് പ്രാരംഭ ദശയിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ അന്വേഷണങ്ങൾ പോലും തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ കൂടുതൽ ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടുണ്ടായിരിക്കുന്ന കുറേയധികം സാമ്യങ്ങളുണ്ട്. അതായത് വളരെ വൾണറബിൾ ആയിട്ടുള്ള സാഹചര്യത്തിലുള്ള ഒരു സ്ത്രീയെ എങ്ങനെയാണ് ഇമോഷണലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തതിന് ശേഷം അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി വിവാഹ വാഗ്ദാനം എന്നൊരു എക്സ്ക്യൂസ് അദ്ദേഹം നൽകിയത് എന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കോമണാലിറ്റി ഉണ്ട്. അത് തന്നെയുമല്ല, അതിനുശേഷം ഇത് ശാരീരികമായിട്ടുള്ള ഒരു ബന്ധമല്ല, ശാരീരിക പീഡനമായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിലുണ്ട്. അതിൽ തന്നെ അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നതിനെക്കുറിച്ച്, അവർക്ക് ശ്വാസം പോലും എടുക്കാൻ കഴിയുന്നില്ല, എന്നിട്ടും ആ സമയത്തും ഈ ക്രൂരമായിട്ടുള്ള പീഡനം തുടർന്നു എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ഈ ആദ്യത്തെ കേസിൽ എന്നതുപോലെ തന്നെ വിവാഹ വാഗ്ദാനം വിഡ്രോ ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്ന് പറയുമ്പോൾ അല്പം മുമ്പ് ശ്രീ ഷാനിബ് പറഞ്ഞതുപോലെ ഒരു സൈക്കോപാത്തിക് ബിഹേവിയർ അതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൂടുതലായിട്ട് ഒരു സംശയം തോന്നുകയാണ്.
കാരണം അത് ഇരയുടെ ഇമോഷൻസിന് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകാതെ അവർക്ക് പിന്നീട് സമൂഹത്തിൽ കുടുംബത്തിലൊക്കെ തന്നെ എങ്ങനെ ജീവിക്കാം എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള ചിന്തയുമില്ലാതെ തൻ്റെ ഒരു മൊമെന്ററിലി ഉണ്ടാകുന്ന ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രം സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായിട്ട് ഒരാൾ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിവാഹ വാഗ്ദാനം നൽകി അവരെ ഇങ്ങനെ കൊടിയ പീഡനത്തിന് വിധേയരാക്കുന്നു, എന്നിട്ട് സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, എന്നിട്ടോ സുരക്ഷിതമല്ലാത്ത മാർഗങ്ങളിലാണ് ഈ അബോർഷന് പോലും പോകുന്നത്. ഇന്നിപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് എന്താണ്? ഇത് വിവാഹ ബന്ധത്തിൽ നിന്നുള്ള കുട്ടിയാണ്, തനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ കോടതി തന്നെ അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായിട്ടുള്ള കുറ്റമായിട്ട് കാണുന്നത് ഇത് അദ്ദേഹത്തിന്റെ താല്പര്യത്തിലാണ് അബോർഷനിലേക്ക് പോയത് എന്നതുകൊണ്ടാണ്. കാരണം കോടതിയുടെ മുന്നിൽ സമർപ്പിക്കപ്പെട്ട തെളിവുകളിൽ നിന്ന് കോടതിക്ക് ബോധ്യമാകുന്നത് ഈ സ്ത്രീക്ക് ഈ ഒരു കുട്ടിയെ ഗർഭം ധരിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നുവെന്നും, എന്നാൽ ആ താല്പര്യത്തിന് വിരുദ്ധമായി അവരെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി നിർബന്ധിച്ച് മറ്റൊരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതും ഇദ്ദേഹമാണ് എന്നാണ്. തന്നെയുമല്ല, അതുമായി ബന്ധപ്പെട്ട ചാറ്റുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശങ്ങളുണ്ട്, മറ്റ് തെളിവുകളുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് ഇവർക്ക് ഈ അബോർഷന് വേണ്ടുന്ന മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് വഴിയാണ്. എന്നിട്ട് അത് കൈപ്പറ്റിയതിനു ശേഷവും രാഹുലിന്റെ വാദം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷയിലും കോടതിയിലും ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വാദം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അവർ സ്വമേധയാണ് ഇത് അബോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചത് എന്നാണ്. എന്നാൽ അത് അങ്ങനെ ആയിരുന്നില്ല എന്നും, മരുന്ന് ഒരു ദിവസം ഈ സുഹൃത്ത് കൊണ്ടു കൊടുക്കുമ്പോൾ അടുത്ത ദിവസം വീഡിയോ കോളിൽ രാഹുൽ കാണുകയാണ് ഈ സ്ത്രീ ഈ മരുന്ന് കഴിച്ച് അബോർഷന് വിധേയയായത് എന്നുമാണ് പറയുന്നത്. അതിനുശേഷം അവർക്ക് ശാരീരികമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന സമയത്താണ് മറ്റ് ആരോഗ്യ പരിപാലനത്തിനൊക്കെ വേണ്ടി പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോട് സുരക്ഷിതമല്ലാത്ത ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക മാത്രമല്ല, അതിലൊരു കുട്ടി ജനിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെ സുരക്ഷിതമല്ലാത്ത ഒരു മാർഗത്തിൽ കൂടി അബോർട്ട് ചെയ്യാനും പോകുന്നു. ഈ ഡോക്ടറുടെ ഉപദേശം അതിൽ പറയുന്നുണ്ട്. അത് വളരെ ക്രിട്ടിക്കലാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഡോക്ടർ അതിൽ പറയുന്നത് എന്താണ്? ഒരു തരത്തിലും സുരക്ഷിതമല്ലാത്ത ഒരു മാർഗം, ഒരു ഡോക്ടർ നിർദ്ദേശിച്ചിട്ടല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു മരുന്ന് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് MBBS ഒന്നും അല്ലല്ലോ അദ്ദേഹം പഠിച്ചിരിക്കുന്നത്.